പ്രവീൺ, ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങ് ഈ വിഷയം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അങ്ങ് ഈ വിഷയം സുരേഷ് ഗോപിയുമായി സംസാരിച്ചിരുന്നല്ലോ. കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊരു ചലച്ചിത്ര താരം മാത്രമാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ സെൻസർ ബോർഡ് വിഷയം വരുന്ന സമയത്ത് ഇതിലെ നായക കഥാപാത്രമായ സുരേഷ് ഗോപിയോട് താങ്കൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഇതിലാദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ ഞാൻ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യ കാലങ്ങളിലോ അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇത്രയ്ക്ക് MP ആവുകയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം, കാരണം ഇത് 2018 സ്ക്രിപ്റ്റ് എഴുതി ഏകദേശം 2022 നവംബറിൽ ഷൂട്ട് തുടങ്ങിയൊരു സിനിമയാണ്. അതിനുശേഷം മുന്നോട്ട് വന്നിട്ട് 2024 ലോക്സഭാ ഇലക്ഷൻ സംഭവിക്കുന്നു. അതിനെ തുടർന്ന് സുരേഷ് ചേട്ടൻ മന്ത്രിയാവുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കേന്ദ്രമന്ത്രിയായിട്ടാണ് നിലവിലത്തെ സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്നോട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് തോന്നിയാൽ, ഈ ഒരു കാര്യത്തിൽ കേന്ദ്രമന്ത്രി എന്നുള്ള തലയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല. അങ്ങനെ ഒരു ഇടപെടൽ നടത്തി ഈ സിനിമ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ അതെനിക്ക് സുരേഷ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയെ വെച്ച് ചെയ്യണമെന്നില്ല. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നിയത് ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയിട്ടോ ഗവൺമെൻറ് ലോ ആയിട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുംബൈ വരെ പോയി ഈ നിമിഷം ഇവിടെ വന്നിരിക്കുമ്പം എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയ്ക്കുള്ള എവിടെയുള്ള ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്ത് അങ്ങനെ തന്നെയാണ്. അപ്പം ഈ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ടീച്ചർ കണ്ടിട്ടുള്ളവർക്കറിയാം, തെളിവുകൾ ജയിക്കുന്ന സ്ഥലമാണ് കോടതി. അപ്പം കോടതിയിലാണിപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇന്നത്തെ ദിവസം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ ഏകദേശം ഒരു 400 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇന്നലെ വരെ എൻ്റെയും പ്രൊഡ്യൂസറുടെയും മാത്രം അവകാശങ്ങളിൽ നിന്ന ഒരു സിനിമ ഇന്ന് കോടതിയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ കോടതിയുടെ സമക്ഷമാണ് ആ സിനിമ എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാവും. അതായത് ഇപ്പോൾ പ്രവീൺ കരുതുന്നത് കോടതി വഴി അത് തീർപ്പാക്കപ്പെടട്ടെ, മറ്റു വിവാദങ്ങൾക്ക് എന്തായാലും പ്രവീൺ ഇല്ല, ഇതിൻ്റെ രാഷ്ട്രീയമോ മറ്റു വിഷയങ്ങളോ അല്ല. താങ്കളെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ സൃഷ്ടി പുറം ലോകത്തെ കാണേണ്ട സമയമാണ്. ഇപ്പോൾ പ്രസവ സമയം കഴിഞ്ഞിട്ടും പ്രസവിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെയുള്ളൊരു വേദന താങ്കൾക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇതിൽ കലാകാരൻ എന്ന നിലയ്ക്ക് ഉപരിയായിട്ട് എന്നെ വിശ്വസിച്ച് പണം മുടക്കിയ ഒരു പ്രൊഡ്യൂസറുണ്ട് ഈ സിനിമയിൽ. ഞാൻ പറഞ്ഞ കഥയിൽ വിശ്വസിച്ച്, എന്നെ മാത്രം വിശ്വസിച്ച്, ഞാൻ പങ്കുവച്ച ഒരു ആശയത്തിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമ്പത്ത് ചിലവാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. തീർച്ചയായിട്ടും അതുകൂടാതെ ഇതിലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. ഈ സിനിമ ഇന്നിവിടെ റിലീസാവുകയായിരുന്നെങ്കിൽ കേരളം മൊത്തം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയുമായിരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർ കഴിഞ്ഞ 2-2.5 വർഷം 3 വർഷമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം വേണം അവരുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ. ഇതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ എഡിറ്ററുണ്ട്, ക്യാമറമാൻ, ഇവരെ ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് കരിയറും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് നല്ലൊരു അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ പ്രതികരണത്തിലും അത് ആശാവഹമാണ്, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഞാൻ തിരിച്ചു വരാം. Debate with Dr. Arun Kumar.